കൂലി സിനിമേന്റെ 14 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക്. അതിന് പക്ഷേ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ. നമ്മുടെ ലോകേഷ് കനകരാജൻ ഡയറക്ഷനിലും തിരക്കഥയിലും പുറത്തിറങ്ങിയ തമിഴ് ചിത്രമാണ് നമ്മുടെ കൂലി എന്ന് പറഞ്ഞ സിനിമ. ഓഗസ്റ്റ് 14 തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസിന് വന്നിരിക്കുന്നത്. നമ്മുടെ സൺ പിക്ചേഴ്സ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അനിരുദ്ധാണ് സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, ഉപേന്ദ്ര, നാഗാർജുന, സൗബിൻ ചേർ, ശ്രുതി ഹാസൻ, സത്യരാജ്, അമീർ ഖാൻ എന്നിങ്ങനെ വമ്പൻ കാസ്റ്റൊക്കെയാണ് പടത്തിലുള്ളത്. പറഞ്ഞിട്ട് എന്താ കാര്യം, പടം തിയേറ്ററുകളിൽ ഇവരെ മര്യാദയ്ക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്നാണ് ഈ പറയാൻ സാധിക്കുന്നത് നമ്മുടെ ലോകേഷ് അണ്ണന്. അത് തന്നെയാണ് സിനിമയുടെ റെസ്പോൺസ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. വൺ ടൈം വാച്ചബിൾ സിനിമ എന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത് തിയേറ്ററുകളിൽ. ഇവൻ ഞാൻ ഉൾപ്പെടെ എന്റെ റിവ്യൂവിൽ ഞാൻ അത് തന്നെയാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രാവശ്യം തിയേറ്ററിൽ കാണാനുള്ള മുതലൊക്കെ ഉണ്ട് കൂലി എന്ന സിനിമയിൽ എങ്ങനെ നോക്കുകയാണെങ്കിലും. എന്തെങ്കിലും സിനിമ റിവ്യൂ ആവശ്യപ്പെടുന്നവരാണെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക്ഔട്ട് ചെയ്യാൻ ഞാൻ എന്തായാലും പടത്തിന്റെ റിവ്യൂവിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. എന്തായാലും പടത്തിന്റെ കളക്ഷനിലോട്ട് തന്നെ വരാം നമുക്ക്. കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 14 ദിവസം കൊണ്ട് തമിഴ്നാട്ടിലെ സിനിമ 140 കോടിയിലോട്ട് പോവുകയാണ്. 139.60 കോടി ആയിരിക്കുകയാണ് നിലവിലെ സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ. ഇനി തെലുങ്ക് നോക്കുകയാണെങ്കിൽ തെലുങ്ക് സ്റ്റേറ്റ്സും സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. 66.20 കോടിയാണ് നിലവിലെ കളക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കർണാടകയിലെ 43.50 കോടിയാണ്. കേരളത്തിലെ സിനിമയ്ക്ക് ഒരു 25 കോടിയിലോട്ട് പോകാനായിട്ട് വളരെ പതുക്കെയാണ് പോകുന്നത്. ഇനി ഒട്ടും പറയേണ്ട, ലോക വന്നു, നമ്മുടെ ഹൃദയപൂർവ്വം വന്നു, ഓടും കുതിര ചാടും കുതിര, എന്ത് 3 കിടിലൻ ഓണച്ച് സിനിമകളാണ് തിയേറ്റർ റിലീസിന് വന്നിരിക്കുന്നത്. ഇനി കേരളത്തിലെ സിനിമയിൽ സ്ക്രീൻ കൊണ്ട് നല്ല പോലെ കുറയും. ഒന്നാമത്തെ സിനിമയ്ക്ക് നല്ലൊരു പേരുദോഷമുണ്ട് സിനിമയുടെ റിവ്യൂവിന്റെ കാര്യത്തിൽ. എന്തായാലും സിനിമ കേരളത്തിൽ ഇപ്പോഴും 24.75 കോടിയാണ്. സിനിമ എന്തായാലും 25 കോടി എത്താനായിട്ട് ഒന്ന് ടൈം എടുക്കും എന്തായാലും. പിന്നെ നമ്മുടെ ഹിന്ദി അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഹിന്ദിയിലെ പതിപ്പും അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നോക്കുമ്പോൾ 46.50 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. ഈ സിനിമയുടെ ഓവർസീസ് ഇന്ത്യന്റെ വെളിയിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 177.5 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിലൊരു 200 കോടി പോലും സിനിമയ്ക്ക് ഓവർസീസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും വേൾഡ് വൈഡ് ടോട്ടൽ കളക്ഷൻ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 497.60 കോടി സിനിമ നേടിയെടുത്തിരിക്കുകയാണ് ലോകേഷ് അണ്ണന്റെ കൂലി സിനിമ. എന്തായാലും ഇന്ന് 15-ാം ദിവസം സിനിമ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് 500 കോടി ക്ലബിൽ ഇടം പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമ്മുടെ ലോകേഷ് അണ്ണന്റെ കൂലി സിനിമ. എന്തായാലും ഒഫീഷ്യൽ പോസ്റ്റർ എന്തായാലും നമ്മുടെ സൺ പിക്ചേഴ്സ് ഈ വരുന്ന അല്ലെങ്കിൽ നാളെ മറ്റന്നാളെ ആയിട്ട് പുറത്തു വിടുന്നതായിരിക്കും നമ്മുടെ കൂലി സിനിമയുടെ ഒഫീഷ്യൽ 500 കോടി പോസ്റ്റർ. എന്തായാലും 4 ദിവസം കൊണ്ട് പടം 404 കോടി എടുത്തു. പക്ഷെ ഒരു 500 കോടി എത്താനായിട്ട് സിനിമയ്ക്ക് എത്ര ദിവസം വേണ്ടി വന്നു ജസ്റ്റ് നോക്കിയാൽ മതി. പടത്തിന്റെ ആ ഒരു റെസ്പോൺസിനാണ് ഏറ്റവും വലിയൊരു കാരണമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കൂലി സിനിമയുടെ ഒരു ഒഫീഷ്യൽ 500 കോടി പോസ്റ്ററിനായിട്ടും സിനിമയുടെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റിനായിട്ടും. റിവ്യൂ ആവശ്യപ്പെടുന്നവരാണ് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാം പടത്തിന്റെ റിവ്യൂ ആവശ്യപ്പെടുന്നവർക്ക്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് മറ്റൊരു കിടിലൻ ബ്ലോക്ക് ബസ്റ്റർ കളക്ഷൻ അപ്ഡേറ്റിലായിട്ട്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ്.